വടക്കഞ്ചേരിയിൽ KSU മാർച്ചിനിടെ സംഘർഷമുണ്ടായിരിക്കുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. മാർച്ച് അക്രമാസക്തമായതോടെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചത്. മാർച്ചിൽ നിന്ന് പിന്മാറാതെ പ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ്. പല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന അതിനിടയിലാണ് ഇപ്പോൾ സമരം ഇപ്പോൾ നടക്കുന്നത്. തയ്യാറാകുന്നില്ല. ഇപ്പോഴും അതിശക്തമായ രീതിയിൽ ജലപീരങ്കി ലെവിൻ കെ വിജയൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലെവിൻ, തുടക്കത്തിൽ ഒരു അക്രമാസക്ത സ്വഭാവമൊക്കെ സംഘർഷഭരിതമായ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് അങ്ങ് മാറി അവർ പ്രസംഗിക്കുന്നതൊക്കെയാണ് കണ്ടത്. വീണ്ടും പ്രകോപനവുമായി മുന്നോട്ട് പോവുകയാണോ പ്രവർത്തകർ? പോലീസിനെ പ്രകോപിച്ച് വിദ്യാർത്ഥി പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. നേരത്തെ വന്നപടി തന്നെ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പോലീസ് നിൽക്കുന്ന ഭാഗത്തേക്ക് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കയറാൻ പ്രവർത്തകർ ശ്രമിക്കുകയും കമ്പും പോലും ഒക്കെ വലിച്ചെറിയുകയും കൊടിതോരണങ്ങൾ വലിച്ചെറിയുകയും ഒക്കെ ചെയ്തു. പിന്നീട് നേതാക്കൾ തന്നെ ഇടപെട്ടുകൊണ്ട് സമരത്തിന്റെ ഉദ്ഘാടന സെക്ഷനിലേക്ക് പോയി. പോലീസിനെയും അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരി SHOയെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി നേതാക്കളുടെ പ്രതിഷേധം ഉണ്ടായത്. അവരുടെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ ഈ പ്രസംഗം വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു. ആ പ്രതിഷേധം തുടർന്നിരുന്നതിനിടെ ആ പ്രസംഗം പൂർത്തീകരിച്ചതിന് പിന്നാലെ വീണ്ടും ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് വിദ്യാർത്ഥി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. വടക്കാഞ്ചേരി SHOയുടെ കോലം കത്തിച്ചു തുടങ്ങിയ പ്രവർത്തകരോട് പോലീസ് പിരിഞ്ഞു പോകാനുള്ള നിർദ്ദേശം നൽകി. പക്ഷേ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത പ്രവർത്തകർ സമരം തുടർന്നു, പ്രതിഷേധം തുടർന്നു. തൊട്ടു പിന്നാലെ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ആ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. മാത്രമല്ല KSU പ്രവർത്തകനായ ഒരാൾ ഈ ബാരിക്കേഡിന്റെ കെട്ടിയിരിക്കുന്ന ടയറുകൾ മുറിച്ച് മറികടക്കാൻ അപ്പുറത്തേക്ക് പോലീസ് നിൽക്കുന്ന ഭാഗത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാം. വനിതാ പ്രവർത്തകരടക്കമുള്ള വിദ്യാർത്ഥി പ്രവർത്തകർ കമ്പും കോലും കൊടിതോരണങ്ങളും ഒക്കെ പോലീസിന് നേരെ വലിച്ചെറിയുന്ന കാഴ്ച നമുക്ക് കാണാം. പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ആ ബാരിക്കേഡുകൾ കെട്ടിയ ടയറ് മുറിച്ചുകൊണ്ട് വീണ്ടും ഈ പോലീസിൽ നിൽക്കുന്ന ഭാഗത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ്. രണ്ടാം ഘട്ടം